ഒരുപാട് കോൺഫറൻസുകൾ കണ്ട എനിക്ക് അതുപോലൊന്നായിരുന്നു. പക്ഷേ ഞാനിപ്പോഴും ഓർക്കുന്നു, യുവർ എൻകറേജ്മെൻറ്റ് അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത് വലിയൊരു ട്രാൻസ്ഫോർമേഷന്, ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസിന് കാരണമായി. ആൻഡ് ഗാഡ് ഈസ് സോ ഫെയ്ത്ത്ഫുൾ. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രേയിങ് കേരളയിൽ നമ്മൾ കുറേ അധികം ആളുകളുമായിട്ട് മീറ്റിംഗ് ചെയ്യുമ്പോൾ അവരൊക്കെ പറയുന്നത്, ഒരു കാലത്ത് അവർ വെള്ളമടിച്ച് നശിച്ച് നടന്ന ജീവിതങ്ങളായിരുന്നു. ഹെവൻലി ഫീസ്റ്റ് ശുശ്രൂഷയിലൂടെ കർത്താവ് അവരെ തൊട്ടില്ലായിരുന്നെങ്കിൽ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അവർ ഇന്ന് ഭൂമിയിൽ തന്നെ കാണുമായിരുന്നില്ല. തങ്കു ബ്രദറെ, അങ്ങ് ഓർക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല, നമ്മളെപ്പോഴാദ്യം കണ്ടത് റെനി ജോർജിൻ്റെ ക്രൂസൈഡ് കൊട്ടാരക്കരയിൽ ഉണ്ടെന്നറിഞ്ഞ് ജോൺസൺ ഗാർമെൻസിലെ നമ്മുടെ പ്രിയ സണ്ണിച്ചായൻ എന്നെയും കൂട്ടി റെനി ജോർജിൻ്റെ സാക്ഷ്യം കേൾക്കാൻ പോയി. ഞങ്ങൾ തിരികെ വരുമ്പോൾ സണ്ണിച്ചായൻ്റെ ആ പഴയ കോണ്ടസായിൽ വരുമ്പോൾ അങ്ങ് ഓതറയിൽ ഒരു ക്രൂസൈഡ് കഴിഞ്ഞിട്ട് തിരുവല്ല ബസ് സ്റ്റാൻഡിൽ റോഡ് സൈഡിൽ നിൽക്കുകയാണ് കോട്ടയത്തേക്കുള്ള ബസ്സിന് വേണ്ടി. ഒരു പ്ലാസ്റ്റിക് ബാഗിനകത്ത് ബൈബിളും ഒക്കെ ഇട്ട് ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ സണ്ണിച്ചായൻ താങ്കളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി കയറിയാട്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യം നമ്മൾ കാണുന്നത്. പിന്നീട് താങ്കൾ വടവാതൂർ ഞങ്ങൾ താമസിച്ച വീട്ടിൽ വന്നത് ഞാൻ ഓർക്കും. ഈ 2 സന്ദർഭങ്ങളിൽ ഞങ്ങളുടെ അടുത്ത് വന്നത് ഓർക്കുമ്പോൾ ഞാൻ അങ്ങയുടെ വീട്ടിലും വന്നിട്ടുണ്ട്. നമ്മൾ ശുശ്രൂഷയിൽ 2 വ്യത്യസ്ത ശുശ്രൂഷകളിൽ ആയിരിക്കുമ്പോൾ തന്നെ ഞാനൊരു സൈലൻ്റ് ഒബ്സർവർ. ആ ഒബ്സർവേഷനിൽ ദൈവം താങ്കളെ ശക്തമായി ഉപയോഗിക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ താങ്കൾ വാങ്ങിച്ച ആ സ്ഥലത്ത് അന്ന് അവിടെ ഒരു മീറ്റിങ്ങിൽ ഞങ്ങളുടെ ആരാധന കഴിഞ്ഞ് ഞാൻ വന്നിട്ട് മറ്റുള്ള പല ദൈവദാസന്മാർ എന്നെ പഠിപ്പിച്ചത്, സോയിങ് ഇൻ ദ മിനിസ്ട്രി ഇൻ ദ വിഷൻ ഓഫ് അതേഴ്സ്. അത് അന്നും ഇന്നും അങ്ങനെ ചെയ്യുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു തുകയാണ്, അത് ആ ഓഫറിംഗ് ബാഗിലിട്ടു. അത് ഒരു വലിയ ആരാധനാലയം അവിടെ പണിതുയർത്തുന്നത് അങ്ങ് പറയുമ്പോൾ അത് വലിയൊരു സന്തോഷമായിരുന്നു. തുടർന്ന് നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കണം. അങ്ങയുടെ ശുശ്രൂഷ ഒരുപാട് പേർക്ക് അനുഗ്രഹമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രേയിങ് കേരളയിൽ നമ്മൾ കുറേ അധികം ആളുകളുമായിട്ട് മീറ്റിംഗ് ചെയ്യുമ്പോൾ അവരൊക്കെ പറയുന്നത്, ഒരു കാലത്ത് അവർ വെള്ളമടിച്ച് നശിച്ച് നടന്ന ജീവിതങ്ങളായിരുന്നു. ഹെവൻലി ഫീസ്റ്റ് ശുശ്രൂഷയിലൂടെ കർത്താവ് അവരെ തൊട്ടില്ലായിരുന്നെങ്കിൽ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അവർ ഇന്ന് ഭൂമിയിൽ തന്നെ കാണുമായിരുന്നില്ല. താങ്കളുടെ പ്രാർത്ഥന, താങ്കളുടെ എല്ലാവിധ സഹായവും ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ 29 വർഷങ്ങൾ അനുഗ്രഹമായിരുന്നു. കോട്ടയം നമ്മുടെ ചർച്ചിൽ നിന്ന് കുറേ പേര് പോയതും ഞാൻ അന്ന് രാവിലെ അങ്ങോട്ട് അത് വിളിച്ചു പറയുമ്പോൾ ഹെവൻലി ഫീസ്റ്റ് ആരാധന അവിടെ ഇട്ടിട്ട് ഞാനിപ്പോഴും ഓർക്കുന്നു, ഓടി അവിടെ വന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചതും ഒക്കെ ഓർക്കുന്നുണ്ട്. ഒന്നും മറന്നു പോയിട്ടില്ല. സിംഗപ്പൂരിലെ ആ കോൺഫറൻസിന് എന്നെ പോകുവാൻ നിർബന്ധിച്ചയച്ചത് ഞാനിപ്പോഴും ഓർക്കുന്നു. മാസങ്ങൾക്ക് മുമ്പ് ലഭിച്ച ആ കോൺഫറൻസിൻ്റെ ക്ഷണം വെറുതെ അവിടെ ഇട്ടിരുന്നപ്പോൾ ഒരുപാട് കോൺഫറൻസുകൾ കണ്ട എനിക്ക് അതുപോലൊന്നായിരുന്നു. പക്ഷേ ഞാനിപ്പോഴും ഓർക്കുന്നു, യുവർ എൻകറേജ്മെൻറ്റ് അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത് വലിയൊരു ട്രാൻസ്ഫോർമേഷന്, ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസിന് കാരണം. ആൻഡ് ഗാഡ് ഈസ് സോ ഫെയ്ത്ത്ഫുൾ. വൺസ് അഗെയിൻ ഈ പട്ടണത്തിലായിരുന്നുകൊണ്ട് അങ്ങയുടെ കൂടെ വ്യത്യസ്ത സംഘടനകളാണെങ്കിലും ദൈവരാജ്യം പണിയുന്നത്, യേശുവിനെ ഉയർത്തുന്നത് ഞങ്ങൾക്ക് ലഭിച്ച ആ ഭാഗ്യം എത്ര വലുതാണ്. മാത്രമല്ല, താങ്കളുടെ മക്കൾ, ഞങ്ങളുടെ മക്കൾ കോട്ടയം മേരിയൻ സ്കൂളിൽ ഒരു കുടുംബമായി, ആ കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ ഒന്നിച്ച് മക്കൾ എല്ലാവരും സന്തോഷത്തോടെ വളർന്നു വരുന്നത് കാണാൻ ദൈവം ഇടയാക്കി. ഇന്ന് അങ്ങേ മാത്രമല്ല, അങ്ങയുടെ മക്കളെയും ദൈവം ഉപയോഗിക്കും. അതുതന്നെ എനിക്കും പറയുവാനുണ്ട്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ദൈവം വിവിധ നിലകളിൽ
സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് ഉപയോഗിക്കും. താങ്കളുടെ ബെറ്റർ ഡേയ്സ് ആർ അഹെഡ്. യിരെമ്യാവ് 33:14 എഴുതിയിരിക്കുന്നത്, God will perform what he has said. And I pray this over you. You are a carrier of the deposit of God. You carry great expectations of God. You carry God's heart inside of you. And the days ahead, you will see remarkable things happening through you and under your leadership. The Heavenly Feast global family will be known around the globe much more greater ways and measures. We are with you. As one family, we will pray for one another, we will love one another, and we will build one another. Just as the word of God says, iron sharpens iron. We need you. We need you. Take care of your health. We need you. And let's march forward 2026 and beyond. Better days are ahead. God bless you. We are so grateful to the Lord for your life and the example that you have set before us. You are a man unstoppable. Nothing or no one can stop you. You carry that divine grace inside of you. When you move, things happen. So I pray each day, keep moving until the Lord says everything is enough. God bless you. You have greater days ahead, many more days ahead. God bless you. We thank you. We love you.